ഇനി നമ്മൾ പോകുന്നത് മലബാറിലേക്കാണ്. അവിടെ ദിൽഷ തിലകനുണ്ട് കോഴിക്കോട്. ദിൽഷ, വെരി ഗുഡ് മോർണിംഗ്. ഈ വയനാട് കോഴിക്കോട് 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു അടിസ്ഥാന സൗകര്യ പദ്ധതി എന്ന് തന്നെ പറയാം ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. അതിന്റെ ആദ്യ ബ്ലാസ്റ്റ് ഇന്നാണ്. മുഖ്യമന്ത്രിയാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയാണ്? എല്ലാം സജ്ജമാണോ? ക്രിസ്റ്റീന, ദിൽന, ഗുഡ് മോർണിംഗ്. കേരളത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നാണ്, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഈ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഈ പദ്ധതിയുമായിട്ട് അതിവേഗം മുന്നോട്ട് പോവുകയാണ് സർക്കാർ. 2025 ഓഗസ്റ്റിലാണ് ഈ പ്രവൃത്തിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. ഇന്നിപ്പോൾ ഈ പാറ പൊട്ടിക്കലിന് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാവിലെ ഏകദേശം 11 മണിയോട് കൂടിയാണ് പ്രസ്തുത സ്ഥലത്ത് വെച്ചിട്ട് പദ്ധതിയുടെ ആദ്യ ബ്ലാസ്റ്റിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം രാവിലെ 11 മണിയോട് കൂടി സ്ഥലത്ത് വെച്ച് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബ്ലാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവിടേക്ക് പ്രവേശനമില്ല. പാസ് വെച്ചിട്ട് പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്കായിട്ട് പ്രത്യേക ലൈവ് സ്ട്രീമിംഗ് തന്നെ ഉണ്ടാകും. തൊട്ടടുത്തുള്ള പദ്ധതി പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെയുള്ള മുത്തപ്പൻപുഴ GLP സ്കൂളിൽ ലൈവ് സ്ട്രീമിംഗ് പൊതുജനങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പദ്ധതിയുമായിട്ട്, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്, ഈ ഒരു പദ്ധതിയുമായിട്ട് അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 4 വർഷത്തിനുള്ളിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കോഴിക്കോട് വയനാട് ജില്ലകൾ തമ്മിലുള്ള ഒരു യാത്രാ ദൂരം ഗണ്യമായി കുറയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.